يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. الحمد لله ذي الجود والكرم أسبغ علينا وافر النعم وأمرنا سبحانه بشكرها ونهانا عن الإسراف في استخدامها، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അനവധി അനുഗ്രഹങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ സമയങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശാരീരികമായും സാമ്പത്തികമായും മറ്റു മേഖലകളിലുമെല്ലാം നിരന്തരം ആ അനുഗ്രഹങ്ങളെ നാം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുഗ്രഹങ്ങൾ നൽകുന്നതെല്ലാം പരീക്ഷണങ്ങളാണ്. പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ അല്ലാഹു നൽകിയ ഓരോ നിഅമത്തുകളെയും നിലനിർത്തുന്ന വിധത്തിൽ അവയോട് നേരാം വണ്ണം ശുക്ർ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്ലാം നിർബന്ധമായും കൽപ്പിച്ചിട്ടുള്ളത്. വഷ്കുറു നിഅമത്തല്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ. നിങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവീൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ എന്ന്. അതുകൊണ്ട് തന്നെ അല്ലാഹു നൽകുന്ന ആരോഗ്യം, അതുപോലെ തന്നെ സമ്പത്ത്, മറ്റ് ഏത് കാര്യങ്ങളും ആ നിഅമത്തുകളുടെ എല്ലാം കൃത്യമായ ഉപയോഗം എങ്ങനെയാണോ അല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ അതിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും വലിയ ശാകിരീങ്ങളായി, നന്ദിയുള്ളവരായി ജീവിക്കുവാനാണ് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. വലാ തുസ്രിഫു, നിങ്ങൾ അമിതത്വം കാണിക്കരുത്, ധൂർത്തടിക്കരുത്, ദുർവ്യയം ചെയ്യരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ദുർവ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് ഈ ആയത്തിലുള്ള താക്കീത്. ദുർവ്യയം നിഷിദ്ധമാണെന്ന് മാത്രമല്ല, റബ്ബ് അവരെ വെറുക്കും, റബ്ബിനവരെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. മാത്രമല്ല, അവർ പിശാച്ചിന്റെ കൂട്ടാളികളാണ് എന്നുകൂടി കനത്ത താക്കീത് നൽകി. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും ധൂർത്തന്മാർ, ദുർവ്യയം കാണിക്കുന്നവർ, അവർ പിശാച്ചിന്റെ സഹോദരങ്ങളാകുന്നു. പിശാച്ചാവട്ടെ തൻ്റെ റബ്ബിനോട് ഏറെ നന്ദികേട് കാണിക്കുന്നവനുമാകുന്നു എന്ന് സൂറത്തുൽ ഇസ്രായിലൂടെയും അല്ലാഹു കനത്ത താക്കീത് നൽകി. മാത്രമല്ല, റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു ഇദാഅത്തുൽ മാൽ, സമ്പത്ത് നഷ്ടപ്പെടുത്തുക, സമ്പത്ത് ചെലവഴിക്കേണ്ടതില്ലാത്ത അല്ലെങ്കിൽ ചെലവഴിക്കാൻ പാടില്ലാത്ത മേഖലകളിലേക്ക് ചെലവഴിച്ചുകൊണ്ട് ധനനഷ്ടം വരുത്തുക എന്നുള്ളത് അല്ലാഹു ഏറെ വെറുത്തിട്ടുള്ള കാര്യമാണ് എന്ന്. സാമ്പത്തികമായും ശാരീരികമായുമൊക്കെ അനുഗ്രഹങ്ങൾ നൽകപ്പെടുമ്പോൾ
മഹാഭാഗ്യവാന്മാരാകുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സമ്പത്ത് നൽകപ്പെടുന്നവരിൽ വലിയ ശ്രേഷ്ഠവാന്മാരുണ്ട്, ഉന്നതമായ പദവിയിലെത്തിയവരുണ്ട് എന്നാണ്. അവരാരാണ്? റസഖഹുല്ലാഹു മാലൻ വ ഇൽമ. ആ വ്യക്തിക്ക് അല്ലാഹു ധാരാളം ധനം കൊടുത്തിട്ടുണ്ട്. ആ ധനം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കൃത്യമായ ബോധ്യം അവന്റെ മനസ്സിൽ നിലനിൽക്കുന്ന വിധത്തിലുള്ള തഖ്വയിൽ അടിത്തറയിട്ടിട്ടുള്ള ഇൽമും അവന് നൽകിയിട്ടുണ്ട്. അങ്ങനെ ധനവും കിട്ടിയിട്ടുണ്ട്, അവന് അറിവും കിട്ടിയിട്ടുണ്ട്. അത് കാരണം ഫഹുവ യത്തഖില്ലാഹ ഫീഹി റബ്ബഹു. ആ ധനത്തിന്റെ കാര്യത്തിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. വയസിലു ഫീഹി റഹിമഹു. ആ ധനത്തിലൂടെ അവൻ തന്റെ കുടുംബ ബന്ധങ്ങൾ ചേർക്കേണ്ടിടങ്ങളിലെല്ലാം ആ ബന്ധങ്ങളെ വിളക്കി ചേർക്കുവാൻ അവൻ പരിശ്രമിക്കുന്നു. വയഅലമു ലില്ലാഹി ഫീഹി ഹഖ. അതിന്റെ പുറമെ അല്ലാഹു ആ ധനത്തിൽ ആർക്കെല്ലാം ഞാൻ അവകാശങ്ങൾ കൊടുത്തു തീർക്കണമെന്ന് പറഞ്ഞുവോ അതിലെല്ലാം അവന് വളരെ ശ്രദ്ധ കാണിച്ചുകൊണ്ട് അവൻ ജീവിക്കുന്നുണ്ട്. അതവൻ അറിയാം. ഫഹദാ ബി അഫ്ദലുൽ മനാസിൽ. ഉന്നതമായ ശ്രേഷ്ഠമായ പദവിയിലെത്തിയ സമ്പന്നനാണിത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊണ്ടാണല്ലോ പറഞ്ഞത്, കുലു വശ്റബു വലാ തുസ്രിഫു. നിങ്ങൾ ഭക്ഷിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ, എന്നാൽ നിങ്ങൾ അമിതത്വം കാണിക്കരുത് എന്ന്. അതേപോലെ തന്നെ കുലു വശ്റബു വതസദ്ദഖു വൽബസു. നിങ്ങൾ തിന്നോളൂ, കുടിച്ചോളൂ, ഉടുത്തോളൂ, ധർമ്മം ചെയ്തോളൂ. മാലം യുഖാലിതുഹു. അതിൽ കലരാത്തിടത്തോളം കാലം ഇസ്റാഫുൻ ധൂർത്തോ ഔ മഖീലത്തുൻ അല്ലെങ്കിൽ അഹന്തയോ. അഹന്തയും ധൂർത്തും കലരാത്ത നിലക്ക് തിന്നോളൂ, കുടിച്ചോളൂ, ഉടുത്തോളൂ, അതേപോലെ തന്നെ ധർമ്മം ചെയ്തോളൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ അള്ളാഹു ഏറെ വെറുക്കുന്ന, റബ്ബൊരിക്കലും അവരെ ഇഷ്ടപ്പെടില്ലെന്ന് പറഞ്ഞ, മാത്രമല്ല റബ്ബിനെ ഏറ്റവും കടുത്ത ശത്രുവായി പരിചയപ്പെടുത്തിയ, എല്ലാ നന്മകളിൽ നിന്നും മാറ്റിയോടിക്കപ്പെട്ട റജീമായ ചെകുത്താന്റെ ആളുകളാണെന്ന് പറയപ്പെട്ട ധൂർത്തിന്റെയും പങ്ങച്ചത്തിന്റെയും വക്താക്കളായി ഈ ഉമ്മത്തൊന്നു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അതുപോലെയുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും ആ ധൂർത്തുകൾ പ്രകടമാണ്. ഭക്ഷണത്തിന്റെ കാര്യവും അതുപോലെ തന്നെ പാനീയത്തിന്റെ കാര്യവും എന്ന് പറയാതിരിക്കലാണ് ഭേദം. മറ്റുള്ള മേഖലയിൽ കാണിക്കുന്ന ധൂർത്തുകളും പൊങ്ങച്ചങ്ങളും വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ്. ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ വിവാഹാഘോഷത്തിന്റെ ചടങ്ങുകളിൽ വലീമകളെന്ന പേരിട്ടുകൊണ്ട് അതിൽ നടക്കുന്ന രൂപത്തിലുള്ള ധൂർത്തുകൾ എത്രയാണെന്ന് നമുക്ക് കണക്കാക്കുവാനാവാത്ത നിലക്കാണ്. ക്ഷണക്കത്തുകളിൽ തുടങ്ങുന്ന ധൂർത്തുകളാണ് നമ്മൾ കാണുന്നത്. വിവാഹത്തിന്റെ തീയതി കുറിക്കുന്ന, അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന, ആ ഡേറ്റ് അറിയിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗപ്പെടേണ്ടുന്ന വിവാഹ ക്ഷണക്കത്തുകൾ അത് തന്റെ പണത്തിന്റെ പ്രതാപത്തിന്റെയും വളവളപ്പുകളും കാണിക്കുവാനുള്ള മേഖലയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സമ്പത്തിന്റെ ഒരുപാട് കിലുക്കങ്ങളും അതുപോലെ തന്നെ തിളപ്പുകളും വർണ്ണാഭമായ തുന്നിച്ചേർക്കലുകളും ചേർത്തുകൊണ്ട് ആയിരക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരങ്ങളാണ് ഈ മേഖലയിൽ ക്ഷണക്കത്തിന്റെ പേരിൽ മാത്രം മനുഷ്യർ ദൂർത്തടിച്ചു കൊണ്ടിരിക്കുന്നത്. തീർന്നില്ല. പിന്നീട് വിവാഹം തീരുമാനിക്കപ്പെട്ടത് മുതൽ പന്തലൊരുക്കുന്നതിൽ, അതേപോലെ തന്നെയുള്ള വസ്ത്രം വാങ്ങുന്നതിൽ, അതേപോലെ ഭക്ഷണം തയ്യാറാക്കുന്നതിലൊക്കെ കനത്ത ധൂർത്തുകളാണ് ഈ ഉമ്മത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീന്മേശകളിൽ ചോറ് തന്നെ എത്ര വിഭവങ്ങളാണ് വിളമ്പി വെക്കുന്നത്. 5, 6, 7 തരം ചോറുകളാണ് ഓരോ തീന്മേശകളിൽ പോലും വിളമ്പി വെക്കുന്നത്. മാത്രമല്ല മാർക്കറ്റുകളിൽ ലഭ്യമായ മത്സ്യങ്ങളും മാംസാദികളും പാശ്ചാത്യ പൗരസ്ത്യ നാടുകളിലെ വ്യത്യസ്ത കുക്കർമാർ അവർ പാചകം ചെയ്യുന്ന വിധത്തിലുള്ള സർവ്വവിധത്തിലുള്ള മത്സ്യമാംസാദികളുമാണ് കരിച്ചതും പൊരിച്ചതും മറ്റു വിധത്തിലുമായി കൊണ്ട് വിളമ്പി വെക്കുന്നത്. അതിന്റെ പുറമെ പഴങ്ങൾ ഏതൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണോ അവയെല്ലാം നിരത്തി വെക്കുന്നുണ്ട്. പഴച്ചാറുകൾ ധാരാളമായി ഐസിട്ടതും വിടാത്തതുമായി കൊണ്ട് നിരത്തി വെക്കുന്നുണ്ട്. ഒരു ചായ കുടിക്കണമെങ്കിൽ ആ ചായക്ക് പോലും 8, 10 ഫ്ലേവറുകളിലുള്ള ചായയാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ, പലഹാരങ്ങളുടെ കണക്കുകൾ പറയേണ്ടതില്ല. ഒരു മനുഷ്യന്റെ കൊച്ചു വയറിൽ ഒതുങ്ങാവുന്നതിന്റെ 10 ഇരട്ടിയും 50 ഇരട്ടിയുമാണ് തൻ്റെതായ പോഷ കാണിക്കുവാൻ വേണ്ടി
വിവാഹവേദികളിൽ നിന്ന് വിളമ്പപ്പെടുന്നത്, നിരത്തിവെക്കപ്പെടുന്നത്. അതിനെല്ലാം ഒത്താശ ചെയ്യുവാൻ, തങ്ങളുടെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിക്കുവാൻ വേണ്ടി പലരും വ്ളോഗർമാർ അതൊക്കെ കേട്ട് ഈച്ചകളെപ്പോലെ പാഞ്ഞെടുത്ത് അതൊക്കെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രചരിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളാണ് തയ്യാറാക്കുന്നതെന്ന് പറയാൻ വേണ്ടി ഈ മേഖലയിൽ വിവാഹ സദ്യകൾ ഒരുക്കുന്നതിൽ 10, 100, 200, 289 ഒക്കെ വിഭവങ്ങൾ ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്, ഞങ്ങളുടെ കാറ്ററിംഗ് സർവീസ് അതിന് റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ബിസിനസ്സുകാരും ഈ മേഖലയിൽ വല്ലാതെ അഴിഞ്ഞാടുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഈ മേഖലയിൽ ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കാതിരുന്നാൽ റബ്ബ് നമ്മളെ വെറുക്കും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. കനത്ത താക്കീതുകളാണ് അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെയും റബ്ബ് അവന്റെ വിശുദ്ധ ഖുർആനിലൂടെയും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് ലോകസഭയിൽ 5-6 മാസം മുമ്പ് ഒരു MP ഒരു വിവാഹ ക്ഷണക്കത്തിന്റെ അതുപോലെ തന്നെ മെനു കാർഡുകളും ഏന്തിക്കൊണ്ട് അയാൾ പ്രസംഗിച്ചു ലോകസഭയിൽ. നമ്മുടെ പാർലമെന്റിലെ ഒരു MP ആണ് പ്രസംഗിച്ചത്. അയാൾ കണക്കുകൾ നിരത്തിയ മെനു വായിച്ചുകൊണ്ട് വായിച്ച അനുഭവങ്ങൾ നമ്മളൊന്നും മറന്നിട്ടില്ല, ഞെട്ടിപ്പോകുന്ന കണക്കുകളായിരുന്നു. 289 വിഭവങ്ങൾ ആണ് ആ കല്യാണത്തിന് വിളമ്പിയത്. ഒരു പ്ലേറ്റിന് 2500 അതിന്റെ കാറ്ററിംഗ് സർവീസുകാർ ഈടാക്കിയത്. ഈ വിധത്തിൽ കോടികൾ പൊടിച്ചെടുക്കുന്ന ഈ വിധത്തിലുള്ള ധൂർത്തുകൾ, ഇത് ഉള്ളവനും ഇല്ലാത്തവനും അതിനെ അനുകരിക്കുകയാണ്. ഉള്ളവൻ ചെയ്യുന്നത് കാണുമ്പോൾ അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായിക്കൊണ്ട് ആരാനോട് എൻ്റെ മകളെ കല്യാണമാണ്, എൻ്റെ മകന്റെ കല്യാണമാണ്, സഹായിക്കണമെന്ന് പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ യാചിക്കുന്ന മനുഷ്യൻ പോലും ഈ ധൂർത്തുകളുടെ പിന്നാലെ പോവുകയാണ്. എല്ലാവർക്കും വേണ്ടത് മറ്റുള്ളവൻ്റെതിനോട് ഒട്ടും കുറയരുത് എന്നുള്ള ആ വിധത്തിലുള്ള നാട്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഇതെവിടെയാണ് നമ്മെ ചെന്നെത്തിക്കുക? എത്രയെത്ര ആളുകളാണ് ഈ വിവാഹത്തിന്റെ ശേഷം കടക്കണിയിൽ അകപ്പെട്ടത്? എന്തേ കാരണം? അവരവരുടെ കഴിവുകൾക്കും അപ്പുറമുള്ള ധൂർത്തിന് വേണ്ടി നിന്നു, പൊങ്ങച്ചം പ്രകടിപ്പിക്കുവാൻ വേണ്ടി പലതും ചെയ്തു. അതിന്റെ കണക്കുകൾ പോലും ആ അവസരത്തിൽ ചിന്തിച്ചില്ല. വിവാഹ പിറ്റേന്ന് മുതൽ ആ മനുഷ്യന്റെ ഉറക്ക് നഷ്ടപ്പെടുകയാണ്, ഭക്ഷണത്തിന് രുചി കുറയുകയാണ്. ആരാണ് ഇതിന് കാരണക്കാർ? ഈ ഉമ്മത്തിലെ മെമ്പർമാരാകുന്ന ഞാനും നിങ്ങളുമാണെന്ന് നമ്മൾ മറക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചതാണ്. ഇത് അല്ലാഹ് വെറുക്കുന്ന കാര്യമാണ്, അല്ലാഹ് ഇഷ്ടപ്പെടൂല, ഇത് ചെകുത്താന്റെ പിണിയാളുകളുടെ സമ്പ്രദായമാണ് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭക്ഷണത്തിന്റെയും വസ്ത്രത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ഈ ശ്രദ്ധ നമുക്കുണ്ടാകണം. അഥവാ വല്ല ഭക്ഷണങ്ങളും മിതമായ നിലക്ക് തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് കല്യാണ വേദികളിലോ പാർട്ടികളിലോ ഒക്കെ ബാക്കി വന്നാൽ അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് അത് വൃത്തിയോടെ എത്തിക്കുവാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ കാണേണ്ടത്. ഒന്നും വേസ്റ്റ് ബിന്നിലേക്ക് തള്ളരുതെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരു ഉരുള താഴെ വീണാൽ, ഒരു ഭക്ഷണത്തിന്റെ അംശം താഴെ വീണാൽ അതിൽ അടങ്ങിയിട്ടുള്ള പൊടിയും മാലിന്യങ്ങളും തട്ടിയിട്ട് നിങ്ങളത് കഴിക്കാതെ വിടരുതേ എന്ന് ഒരു ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയോട് അവന്റെ കയ്യിൽ നിന്ന് വീണിട്ടുള്ളതിനെ കുറിച്ച് പോലും പറഞ്ഞെങ്കിൽ നിഷ്കരുണം, നിർബാധം പൊങ്ങച്ചം കാണിക്കുവാൻ വേണ്ടി ഡൈനിങ് ടേബിളുകളിൽ നിന്ന് ആയിരക്കണക്കിന് 10,000 രൂപയുടെ മത്സ്യമാംസാദികളും ഭക്ഷണ പദാർത്ഥങ്ങളുമാണ് വേസ്റ്റ് കൊട്ടയിലേക്ക് നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് മാറ്റം വരേണ്ടത്? ആരിലാണ് മാറ്റങ്ങൾ സംഭവിക്കേണ്ടത്? ഞാനും നിങ്ങളുമാണ് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, നമുക്ക് ആവശ്യത്തിലധികമുള്ള വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ആ വസ്ത്രങ്ങൾ പഴകി പിന്നി പഴയതാകുന്നതിന്റെ മുമ്പ് അത് നമ്മൾ ഇസ്തിരിയിട്ട് വൃത്തിയോടുകൂടി, അതൊക്കെ ആവശ്യമുള്ള ആളുകളുണ്ട്, അവരിലേക്ക് എത്തിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. പലയിടങ്ങളിലും അത്തരത്തിലുള്ള പദ്ധതികളുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ വെള്ളം എന്ന് പറയുന്നത് അമൂല്യമാണ്. വെള്ളം ഉപയോഗിക്കുന്നിടത്തും അള്ളാഹു കൃത്യമായ നിയമങ്ങളാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനപരമായ കാര്യത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്ഭവം പറഞ്ഞിട്ടുള്ളത് ജലം ജലഗണമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ വേണ്ടി ഉളൂ ചെയ്യുന്ന അവസരത്തിൽ പോലും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളുവെടുക്കുന്നതിന്റെ പൂർണ്ണരൂപം കാണിച്ചു തരികയാണ്. ഒരു തവണയാവാം, 2 തവണയാവാം, 3 തവണയായാൽ പൂർത്തിയായി. അതിലപ്പുറം നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ ഫഖദ് അസാഅ വതഅദ്ദാ വളലമ, 3 കുറ്റങ്ങളാണ് ഗൗരവത്തോടെ പറഞ്ഞത്. 3ലേറെ തവണ ഒരാൾ വെള്ളം ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അവൻ ചീത്തയായി നികൃഷ്ടമായ കാര്യം ചെയ്തിരിക്കുന്നു. വതഅദ്ദാ, അല്ലാഹ് നിശ്ചയിച്ച പരിധിയെ അവൻ ലംഘിച്ചിരിക്കുന്നു. വളലമ, വെള്ളം ആവശ്യമില്ലാത്തിടത്ത് ഉപയോഗിക്കുന്ന അക്രമം അവൻ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. ഇതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. വൈദ്യുതിയുടെ ഉപയോഗത്തിന്റെ മേഖലയിലുമുണ്ട് നമുക്ക് പലതും ചിന്തിക്കുവാൻ. അനാവശ്യമായി വെള്ളം ടാപ്പുകൾ തുറന്നിടുന്നവർ, ടാപ്പുകൾ തുറന്നിട്ടുകൊണ്ട് ബ്രഷ് ചെയ്യുന്നവർ, ഒരുപാട് അതിശക്തിയിൽ വെള്ളം ഒഴുക്കിയിട്ട് കുളിക്കുവാനുള്ള ഷവറുകളും അതുപോലെ തന്നെ ടാപ്പുകളും തുറന്നിടുന്നവർ, അനാവശ്യമായി പലയിടങ്ങളിലും ഫാനുകളും മറ്റു കാര്യങ്ങളുമൊക്കെ കറക്കുകയും ദുരുപയോഗപ്പെടുത്തുകയും ചെയ്യുന്നവർ എല്ലാം ഞാൻ ബില്ലടക്കുന്നില്ലേ, ആർക്കാ ഛേദം എന്ന ചോദ്യത്തിനപ്പുറം പരലോക കോടതിയുണ്ട്. ഇവിടെ ആരും കണക്ക് ചോദിക്കാനൊന്നും വരില്ല. പക്ഷേ അവിടെ എവിടെ നിന്ന് കിട്ടി നിന്റെ മുതല്, എങ്ങോട്ട് പോയി എന്ന ചോദ്യമില്ലാതെ വെച്ച കാലം മുന്നോട്ട് വെക്കാൻ റബ്ബുൽ ആലമീനിന്റെ കോടതിയിൽ അനുവാദമില്ല എന്നുള്ളത് ഗൗരവത്തോടെ കേൾക്കുകയും പറയുകയും അറിയുകയും ഒക്കെ ചെയ്തവരാണ് നമ്മൾ, ചെയ്യുന്നവരാണ് നമ്മൾ. റഹ്മാനായ റബ്ബ് അവന്റെ തൃപ്തി വേണ്ടുവോളം ലഭ്യമാകുന്ന നിലക്ക് ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന, മിതമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകൾ റബ്ബ് പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ ഹദിയഹു. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുന്നു. റബ്ബ് നമുക്കെല്ലാം തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നൽകി ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനകളിൽ കാണാം അസ്അലുക്കൽ ഖസ്ദ ഫിൽ ഗിനാ വൽ ഫഖർ. സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലുമൊക്കെ ചെലവഴിക്കുന്നതിൽ മിതത്വം പാലിക്കുന്ന കൂട്ടരിൽ നീ എന്നെ ഉൾപ്പെടുത്തേണമേ. മിതമായ കാര്യങ്ങൾ മിതമായ തോതിൽ മിതമായി തന്നെ പ്രവർത്തിക്കുന്ന, ചെലവഴിക്കുന്ന, ചെയ്യുന്ന ആളുകളിൽ എന്നെ നീ ഉൾപ്പെടുത്തേണമേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടെല്ലാം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ചു തരികയും അവിടുന്ന് പ്രാർത്ഥിച്ച് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അതിലാണ് നമ്മുടെ ബറക്കത്ത് കുടികൊള്ളുന്നത് എന്ന് അവിടുന്ന് പ്രത്യേകം പറഞ്ഞു. നല്ല സ്വഭാവം, അതുപോലെ തന്നെ നല്ല പെരുമാറ്റം, അതേപോലെ തന്നെ കാര്യങ്ങളിൽ മിതമായി ചെലവഴിക്കുകയും ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് നുബൂവത്തിന്റെ അംശങ്ങളിൽപ്പെട്ട ഒരു ബറക്കത്തുള്ള ഒരു കാര്യമാണ് എന്ന് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. റബ്ബിന്റെ തൃപ്തി അതിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അള്ളാഹു വെറുക്കും. നമ്മുടെ തന്നെയും മനസ്സുകൾക്ക് ആശ്വാസവും സമാധാനവും അതിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. അല്ലാതെയാണെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. ഇതിനെല്ലാം പുറമെ പരലോക കോടതിയിലെ വിചാരണ സുരക്ഷ നമുക്ക് ലഭിക്കണമെങ്കിൽ 3 കാര്യങ്ങൾ പരലോകത്ത് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേതൊക്കെയാണ്? ദേഷ്യമുള്ള അവസരത്തിലാണെങ്കിലും തൃപ്തിയുള്ള അവസരത്തിലാണെങ്കിലും നീതി വിട്ട് കളിക്കാതിരിക്കണം. 2, സമ്പന്നതയിലും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിലുമൊക്കെ മിതത്വം പാലിക്കണം. 3, രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുരക്ഷയുടെയും രക്ഷാകവചങ്ങളുമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിചാരണ വളരെ കൃത്യമാണ്. സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. സർവ്വ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും തീർച്ചയാണ് നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിന്റെ യഥാർത്ഥ ദാസന്മാരുടെ ഗുണം പറഞ്ഞെടുത്ത് വല്ലദീന ഇദാ അൻഫഖൂ,
അവർ വല്ലതും ചെലവഴിക്കുന്നതായാൽ ലം യുസ്രിഫു, അവർ ദുർവ്യയം കാണിക്കുകയില്ല. വലം യഖ്തുറു, ചെലവഴിക്കേണ്ട രൂപത്തിലുള്ള ചെലവഴിക്കാതെ അത് പിടിച്ച് അതിൽ പിശുക്ക് കാണിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിന്റെയും ഇടയിൽ, ഇസ്രാഫിന്റെയും അതുപോലെ തന്നെ ഖത്തറിന്റെയും അതല്ലെങ്കിൽ ധൂർത്തിന്റെയും പിശുക്കിന്റെയും ഇടക്കുള്ള രൂപത്തിലായിരിക്കും അവർ ഇടപെടലുകൾ നടത്തുക, ഇടപാടുകൾ നടത്തുക, ചെലവഴിക്കലുകൾ ഉണ്ടാകുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ധൂർത്തടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എത്ര നമ്മൾ ധൂർത്തടിക്കുന്നുവോ, കുടിക്കുന്ന വെള്ളം, ഉടുക്കാനുള്ള വസ്ത്രം എല്ലാം അതിനുവേണ്ടി യാചിക്കുന്ന ആയിരങ്ങൾ ലോകത്തുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഫലസ്തീനിൽ നമുക്കറിയാം, കുഞ്ഞുകുട്ടികൾ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, പാർപ്പിടമില്ലാതെ, സൗകര്യങ്ങളില്ലാതെ, മരുന്നില്ലാതെ, നിഷ്ഠൂരമായ ഒരുപാട് ആളുകളുടെ ദുശ്ചെയ്തികൾ കാരണത്താൽ വലിയ വലിയ രൂപത്തിലുള്ള ചെയ്തികൾക്ക് അവർ വിധേയമായിരിക്കുകയാണ്. അവരെ സഹായിക്കേണ്ട ഘട്ടമാണിത്, അവരെ സംരക്ഷിക്കേണ്ട ഘട്ടമാണിത്. സർവോപരി അവരിൽ മരണപ്പെട്ട ആളുകളുണ്ട്, അവർക്ക് അല്ലാഹു ശുഹദാക്കളുടെ പ്രതിഫലം നൽകി ആദരിക്കുമാറാകട്ടെ. പരിക്ക് പറ്റിയവർക്ക്, ചോരയൊലിക്കുന്നവർക്ക്, വേദനിക്കുന്നവർക്ക് അല്ലാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ തന്നെ അവരിൽ പ്രയാസം അനുഭവിക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നമ്മുടെ സഹായങ്ങൾ ഉണ്ടാകണം. അതിന് ഔദ്യോഗികമായി UAE തന്നെയും ഒരാഴ്ചത്തെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫലസ്തീനികൾക്ക് ധനസഹായ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ സംഭരിക്കുവാൻ വേണ്ടി അത്തരത്തിലുള്ള അതോറിറ്റികളിലേക്ക് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ സഹായിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ നമ്മൾ തീർത്തു കൊടുക്കുമ്പോൾ റഹ്മാനായ റബ്ബിന്റെ കോടതിയിലാണ് റബ്ബിന്റെ ഏറ്റവും വലിയ സഹായം നമുക്കൊക്കെ ആവശ്യമായി വരുന്നത്. അവിടെ നമുക്ക് റഹ്മാനായ റബ്ബിന്റെ കാവലുണ്ടാകും, തുണയുണ്ടാകും, സംരക്ഷണമുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മയെല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണമായും ശിഫ നൽകുമാറാകട്ടെ. അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ട നമ്മുടെ പരിചയമുള്ളവരും ഈ മസ്ജിദിൽ ജുമുഅക്ക് ഹാജരായിരുന്നവരും അല്ലാത്തവരും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് നമ്മയും അവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين.